Eish. Yalla Habibi, so good morning, good afternoon, good evening, ladies and gentlemen. Welcome to my channel, guys. എന്തൊക്കെയുണ്ട് സുഖമായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. രായൻ അങ്ങനെ രായനും കണ്ടു. എൻ്റെ അഭിപ്രായം ഞാൻ വളരെ സിമ്പിളായിട്ട് അങ്ങോട്ട് പറയാം. എനിക്ക് ഭയങ്കരമായിട്ട് സിനിമ ഇഷ്ടപ്പെട്ടു. വളരെ നല്ലൊരു സിനിമയായിട്ടാണ് പേഴ്സണലി എനിക്ക് രായൻ അനുഭവപ്പെട്ടത്. എന്താണ് നിങ്ങളുടെ അവസ്ഥ? നിങ്ങൾ സിനിമ കണ്ടായിരുന്നോ? എന്തൊക്കെയാണ് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ? കമൻറ്റ് ബോക്സിൽ പറയൂ, കാണട്ടെ. ഇതിൻ്റെ കഥ ഭയങ്കര പുതുമയുള്ളതാണ്, ഭയങ്കര വ്യത്യസ്തമാണ്. അങ്ങനെയൊന്നും ഞാൻ ഒരിക്കലും പറയൂല. അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. നമ്മളിതിന് മുമ്പും കണ്ടതും കേട്ടതുമായിട്ടുള്ള കൈൻഡ് ഓഫ് സംഗതികളൊക്കെ തന്നെയാണ്. ബട്ട് കഥ പഴയതാണോ പുതിയതാണോ എന്നുള്ളതൊന്നും ഒരു വിഷയമേ അല്ല. ഇതൊക്കെ എങ്ങനെ എടുത്തു വെക്കുന്നു എന്നുള്ളിടത്താണ് കാര്യം. അപ്പോൾ ആ രീതിയിൽ നോക്കുന്ന സമയത്ത് ഡയറക്ടർ ധനുഷ് ഇത് നല്ല ഗംഭീരമായിട്ട് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. വളരെ എൻഗേജിങ് ആയിട്ടാണ് സിനിമ മുമ്പോട്ട് പോകുന്നുണ്ടായിരുന്നത്. സോ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു തരത്തിലും സിനിമ കാണുന്ന സമയത്ത് എവിടെയും ബോറടിച്ചിട്ടില്ല. ഞാൻ വളരെ സുഖമായിട്ട് കണ്ടു തീർത്തൊരു സിനിമയാണ്. സോ രായൻ തംസ് അപ്പ്. ഇത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ മേ ബി ഉണ്ടാവുകയായിരിക്കും. അതിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. എൻ്റെ അഭിപ്രായത്തെ നിങ്ങളും റെസ്പെക്ട് ചെയ്യും എന്ന് വിശ്വസിക്കുന്നു. സോ ഈ സിനിമയെക്കുറിച്ചിട്ട് എനിക്ക് തോന്നിയത് വളരെ ചുരുക്കത്തിൽ ഇത്രേ പറയാനുള്ളൂ. ഇനി ഈ സിനിമയെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനാണെന്നുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര പ്രതീക്ഷയോട് കൂടിയിട്ട് കാണാൻ പോയൊരു സിനിമയാണത്. പ്രതീക്ഷ എന്നല്ല കേട്ടോ ആക്ച്വലി പറയേണ്ടത്. ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ചാടിത്തുള്ളി കാണാൻ പോയൊരു സിനിമയാണ് രായൻ. ഒരുപാട് കാരണങ്ങളുണ്ട്. ധനുഷിൻ്റെ 50ാമത്തെ സിനിമ പുള്ളി ഡയറക്റ്റ് ചെയ്യുന്നു, പുള്ളി തന്നെ എഴുതുന്നു. പിന്നെ ഒരു മാസ് ആക്ഷൻ സിനിമയാണ്. അപ്പോൾ ഇവിടെ ഈ ധനുഷിൻ്റെ മാസ് ആക്ഷൻ സിനിമ എന്ന് പറയുമ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കാനൊരു പ്രത്യേക സുഖമാണ്. കാര്യം പുള്ളി മാസ് പരിപാടികളൊക്കെ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, മൂപ്പരുടെ ഒരു ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു എനർജി, പുള്ളിയുടെ ഒരു കോൺഫിഡൻസ് കാണുന്ന സമയത്ത് ഒരു വേറെ വൈബാണ്. അത് പല സിനിമകളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ. ഇതിപ്പോൾ ഞാനിങ്ങനെ മെൻഷൻ ചെയ്യാൻ കാര്യം, ധനുഷിൻ്റെ ബോഡി നമുക്കറിയാം, ലൈക്ക് മെലിഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ ആരും ബോഡി ഷേമിംഗ് ആയിട്ടൊന്നും കൺസിഡർ ചെയ്യല്ലേ. ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് സംസാരിക്കുന്നത്. അങ്ങനെ ഒരു പ്രകൃതമാണ് പുള്ളിയുടെ. ലൈക്ക് പുള്ളിക്ക് നല്ല ഫിറ്റ് ബോഡിയാണ്, ബാക്കും പരിപാടികളൊക്കെ ആക്ച്വലി ഉണ്ട്. പക്ഷേ കാണുമ്പോൾ എന്താണ് അത്യാവശ്യം ഒരു മെലിഞ്ഞിട്ട് പെണ്ണിനൊക്കെ പോലെ ഇരിക്കുന്ന ഒരു ശരീരമാണ് പുള്ളിക്ക്. പക്ഷേ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. പക്ഷെ എന്നാലും പുള്ളി ആ ഒരു ബോഡിയൊക്കെ വെച്ചിട്ട് പുള്ളി ഇതിന് മുമ്പുള്ള പല സിനിമകളിലും മൂപ്പര് കാണിക്കുന്ന ആക്ഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇവർ അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് അത്രയും എനർജറ്റിക് ആയിട്ടാണ് പല രീതിയിലും പുള്ളി പണി വെക്കണത്. അപ്പോൾ ഇതിങ്ങനെ കാണുന്ന സമയത്ത് നമുക്ക് വളരെ കൺവിൻസിങ് ആയിട്ട് തോന്നും. മൂപ്പരുടെയും ആ സിനിമയുടെ മൂപ്പരുടേതായിട്ടൊരു സ്വാഗ് ഉണ്ട്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ ഞാൻ ഈ സിനിമയെ കുറിച്ചിട്ടല്ല പറയുന്നത്. ഈ സിനിമ കാണാൻ പോകാനുള്ളൊരു പ്രതീക്ഷ അല്ലെങ്കിൽ സന്തോഷത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. ലൈക്ക് ഈ വക ഫാക്ടേഴ്സ് ഒക്കെ ഒരു കാരണമാണ്. ഈ ഒരു പ്രതീക്ഷയ്ക്ക് അല്ലെങ്കിൽ സന്തോഷത്തിൻ്റെ ഒരു കാരണം ഇതായിരുന്നു ഈ സിനിമ കാണാൻ വേണ്ടി പോകാൻ. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ സ്റ്റാർ കാസ്റ്റ് തന്നെ സൂപ്പറാണ്. ലൈക്ക് ധനുഷ്, എസ് ജെ സൂര്യ, പിന്നെ ദുഷേര, ഇവരൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപർണ ബാലമുരളിക്ക് ഇതിൻ്റെ അകത്ത് ഭയങ്കരമായിട്ട് ചെയ്യാനൊന്നും ആക്ച്വലി ഇല്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് പുള്ളിക്കാരുടെ ഒരു ഡാൻസ് കളിയുണ്ട്. ആ പാട്ടും നല്ല ഉഷാറായിരുന്നു. അപർണയുടെ ഡാൻസും നല്ല അടിപൊളിയായിരുന്നു. അവരുടെ കൊടുത്ത പരിപാടി അവർ നന്നായിട്ട് എന്തായാലും ചെയ്തിട്ടുണ്ട്. പിന്നെ ദുഷേരയുടെ കാര്യമാണ് എടുത്ത് പറയേണ്ടത്. അവർ ഹെവി ആയിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എൻ്റെ അപ്പോൾ എന്നെ അവർ ഭയങ്കര കേട്ടോ, അവർ അടിപൊളിയായിട്ട് ഇതിൻ്റെ അകത്ത് പെർഫോം ചെയ്തിട്ടുണ്ട്. ഭയങ്കരമായിട്ട് കയ്യടിയായിരുന്നു തിയേറ്ററിൻ്റെ അകത്ത് അവരുടെ പെർഫോമൻസിനൊക്കെ. അത് ഇറ്റ്സ് നോട്ട് ആൻ ഈസി തിങ്. ഞാൻ പൊതുവേ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, പൊതുവേ ഈ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് കയ്യടി കിട്ടൽ കുറവാണ്. കയ്യടി കിട്ടാറുണ്ട്, പക്ഷെ കുറവാണ്. ഈ മെയിൽ ആക്ടേഴ്സിനെക്കാട്ടിലും കമ്പാരിറ്റീവ്ലി നോക്കുന്ന സമയത്ത് കുറവാണ് കിട്ടുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ദുഷേരക്കൊക്കെ ഈ ഒരു സിനിമയിൽ കിട്ടിയ കയ്യടി എന്ന് പറയുന്നത് ഹെവിയാണ്. അവരുടെ പെർഫോമൻസിന് കിട്ടിയൊരു സാധനം തന്നെയാണ്. അവർ നല്ല ഇമ്പാക്ട് ഇതിൻ്റെ അകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ എസ് ജെ സൂര്യ, പുള്ളിയെക്കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഭംഗിയുള്ളൊരു നടൻ. ഇതിൻ്റെ അകത്തുള്ള പുള്ളിയുടെ പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന് മുമ്പുള്ള പുള്ളിയുടെ പടങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, അതുപോലെയുള്ളൊരു കൈൻഡ് ഓഫ് സെറ്റപ്പ് അല്ല ഇതിൻ്റെ അകത്ത്. ഇതിൽ പുള്ളി നന്നായി ചെയ്തിട്ടുണ്ട്. അത് പുള്ളിയുടെ കുഴപ്പമില്ല, പുള്ളിയുടെ കഥാപാത്രം അങ്ങനെയാണ്. സോ ആ കൊടുത്ത സാധനം പുള്ളി നല്ല അടിപൊളിയായിട്ട് അയാളുടേതായിട്ടുള്ള രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ പ്രകാശ് രാജുണ്ട്, പുള്ളിക്ക് കൊടുത്ത പരിപാടിയൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ടത് നമ്മുടെ സന്ദീപ് കിഷൻ. അയാളുടെ പടം ഞാൻ ആദ്യമായിട്ടാണ് ആക്ച്വലി കാണുന്നത്. അയാൾ നല്ലൊരു അപാര പെർഫോമറാട്ടോ, അടിപൊളി പെർഫോമറാണ്. മൂപ്പര് നല്ല ബോഡിയാണ്, കറക്റ്റ് ബോഡിയാണ്. അയാൾ രസമുണ്ട്, അയാൾ അടിപൊളി അഭിനയം. എനിക്ക് ഭയങ്കരമായിട്ട് മൂപ്പരുടെ പരിപാടികളൊക്കെ ഇതിൻ്റെ അത് ഇഷ്ടപ്പെട്ടു. അയാളുടെ അഭിനയം അടിപൊളി. അതേപോലെ തന്നെ അപർണ ബാലമുരളിയായിട്ടുള്ള ഡാൻസ് ആയിക്കോട്ടെ, അതിൻ്റെ അകത്താണെങ്കിലും പുള്ളിക്കാരൻ നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കാളിദാസ് ജയറാം, മൂപ്പരുടെ എടുത്ത് പറയണം എന്തെങ്കിലും. ലൈക്ക് പുള്ളി കൊടുത്ത പരിപാടിയൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു പെർഫോമറാണ് പുള്ളിക്കാരൻ. ബട്ട് ഇതിൽ ധനുഷിൻ്റെ അനിയന്മാരാണ് ഈ പറഞ്ഞ സന്ദീപും ഈ പറഞ്ഞ കാളിദാസും. അതിൽ സന്ദീപിന് കുറേ പെർഫോം ചെയ്യാനുള്ള സാധനങ്ങളുണ്ട്.
കാളിദാസ് എന്ന് പറയുന്ന കാളിദാസിൻ്റെ കഥാപാത്രം എന്ന് പറയുന്നത് ഈ പഠിക്കുന്ന ഒരു പയ്യനാണ്. അപ്പോൾ ആ ഒരു ലെവലിലുള്ളൊരു ആളാണ്. അപ്പോൾ അതിൻ്റേതായ ലെവലിലുള്ള പെർഫോമൻസ് ഇടയ്ക്കൊരു മാസ പരിപാടികളൊക്കെ ആക്ച്വലി ഉണ്ട്. ഇവിടെ എടുത്തു പറയത്തക്കവണ്ണം എനിക്ക് തോന്നിയത് ഈ കോളേജിൻ്റെ അകത്ത് ഈ വാഷ്റൂമിൻ്റെ അകത്ത് വെച്ചിട്ടാണെന്ന് തോന്നുന്നു. പുള്ളി ഇങ്ങനെ കയ്യെ മുഖമൊക്കെ വാഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. ഇത് പുള്ളി ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് വലിച്ച് അടിച്ചിട്ട് അവിടുത്തെ കണ്ണാടി പൊട്ടിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. ആ സീൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് എടുത്ത് പറയണം തോന്നി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എടുത്ത് പറയേണ്ട വിഷയമല്ല. പക്ഷെ എന്നാലും ഒരു ചെറിയ സാധനമാണെങ്കിൽ പോലും എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയ സാധനം പറയണം എന്നൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് പറഞ്ഞതാണ്. കാളിദാസ് അത്യാവശ്യം നല്ല പൊട്ടൻഷ്യൽ ഉള്ളൊരു എന്താണ് പറയുക ആക്ടറാണ്. ഇവിടെ മലയാളത്തിലേക്ക് വരുന്ന സമയത്ത് പുള്ളിനെ അങ്ങനെ കാര്യമായിട്ടൊന്നും യൂട്ടിലൈസ് ചെയ്യാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. പക്ഷേ നല്ല നല്ല കഥാപാത്രങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളി നന്നായിട്ട് ചെയ്യും. ഇപ്പം ഇതിൻ്റെ അകത്താണെങ്കിലും പുള്ളി കൊടുത്ത സാധനം അടിപൊളിയായിട്ട് മാക്സിമം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഓവറോൾ ഈ ഒരു സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ AR റഹ്മാൻ്റെ മ്യൂസിക്, അയാളൊരു ജിന്നാണ്. കിടിലൻ സ്കോറായിരുന്നു. പാട്ടുകളൊക്കെ ആണെങ്കിലും നൈസായിരുന്നു ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്. പിന്നെന്താണ് ഈ അവസാനത്തെ പരിപാടി, ഈ അവസാനമൊക്കെ ആയി വന്ന സമയത്ത് പടം ചെറുതായിട്ട് ആവറേജ് ആയിട്ടുണ്ട്. ഒരു ഫാക്റ്റാണ്. ഞാൻ പറയേണ്ടത് വിചാരിച്ചാണ്. പിന്നെ ഞാനത് പറയുന്നതിൻ്റെ കാര്യം അവസാനം എപ്പോഴും കുറച്ച് ആവറേജ് ലെവലിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ ഈ ആവറേജ് ലെവലിലേക്ക് പോകുന്നൊന്നും ഈ സിനിമയുടെ ഓവറോൾ ആസ്വാദനത്തിനെ ബാധിക്കാത്തതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഡയറക്ടർ നന്നായിട്ട് അതിനെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഫാക്ടറാണ്. ഈവൻ മ്യൂസിക് ആയിക്കോട്ടെ, ടെക്നിക്കലി ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഒരു തരത്തിൽ കോംപ്രമൈസ് ചെയ്യുക അങ്ങനെയൊന്നുമില്ല. ടെക്നിക്കലി റിച്ചാണ് ഇത്. മാക്സിമം എഫേർട്ട് ഇട്ടിട്ട് ഇതിൻ്റെ അകത്ത് പുറകിൽ വർക്ക് ചെയ്തവരും മുമ്പിൽ വർക്ക് ചെയ്തവരും ഒക്കെ നന്നായിട്ട് ഇൻപുട്ട് ഇട്ടിട്ടുണ്ട്. അതിൻ്റേതായിട്ടുള്ളൊരു സാധനം ഇത് മൊത്തത്തിൽ കാണുന്നുണ്ട്. സോ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ എല്ലാം ഓവറോൾ സെറ്റ് ആവണം അല്ലേ. മ്യൂസിക് അല്ലേ, പാട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ BGM ആയിക്കോട്ടെ, എന്താ പറയുക, അഭിനയം ആയിക്കോട്ടെ, ടെക്നിക്കലിയുള്ള പരിപാടികളായിക്കോട്ടെ, എവരിത്തിങ് ഇതെല്ലാം ഒരു തിയേറ്റർ എക്സ്പീരിയൻസിന് വേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ അകത്ത് ആക്ച്വലി ഉണ്ട്. സോ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് 2-3 തവണ കാണാനുള്ള വകുപ്പുണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ബട്ട് ഇത് സുഖമായിട്ട് തിയേറ്ററിൽ ഇരുന്ന് ഒരു തവണ കാണാനുള്ള വകുപ്പ് ആക്ച്വലി ഉണ്ട്. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണിത്. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. നൈസായിട്ടുണ്ട്. ഒരു വൺ ടൈം അടിപൊളി തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് തന്നെ പറയാനാണ് പേഴ്സണലി ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെന്താണ്, ധനുഷിൻ്റെ കുട്ടിക്കാലം അഭിനയിച്ച പുള്ളിക്കാരൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അതും എടുത്തു പറയണം. പുള്ളിയും നല്ല നൈസായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അടിപൊളി. ആ പെർഫോമൻസ് ഞാൻ ഭയങ്കരമായിട്ട് നോട്ട് ചെയ്തു. ആ ഒരു കഥാപാത്രത്തിൻ്റെ ഡെപ്ത്, അതായത് ഈ പറഞ്ഞ ധനുഷിൻ്റെ കഥാപാത്രത്തിൻ്റെ ഒരു ഡെപ്ത് ഉണ്ടല്ലോ, നമുക്കത് പുള്ളിയുടെ ചെറുപ്പകാലം അഭിനയിച്ച ആ ഒരു പയ്യനിൽ നിന്ന് തന്നെ ആ ഒരു കഥാപാത്രത്തിൻ്റെ ഡെപ്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുള്ളതാണ്. അത് മനസ്സിലാക്കാൻ പറ്റുന്നതിന് കാരണം ആ ഒരു പയ്യൻ നന്നായിട്ട് ചെയ്തതുകൊണ്ടും കൂടിയിട്ടാണ്. സോ അതും ഭയങ്കര പോസിറ്റീവായിട്ട് ഞാൻ പറയാൻ ഇവിടെ ആഗ്രഹിക്കുകയാണ്. പിന്നെന്താണ്, പിന്നെ നിങ്ങൾ വിട്ടുപോയിട്ടുണ്ടോ? പിന്നെന്താണ് അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. അടിപൊളി. എന്തായാലും നിങ്ങൾ പറ്റുകയാണെങ്കിൽ തിയേറ്ററിൽ പോയി കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതല്ലെങ്കിൽ വിട്ട് കളയാൻ. ഇതിൻ്റെ അകത്ത് പറഞ്ഞത് എൻ്റെ അഭിപ്രായം, എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ്. അപ്പോൾ നമുക്ക് അടുത്ത പടത്തിനായിട്ട് പടങ്ങൾ കാണാനുണ്ടെന്നേ. മഴയൊക്കെ ആയതുകൊണ്ടൊന്നും പോകും നടക്കണില്ല. മറ്റേ ഇനി അസിഫലിയുടെ പടം കാണാൻ വേണ്ടി പോകണം. അതൊന്ന് കാണണം. അതിൻ്റെ ട്രെയിലർ കണ്ട സമയത്ത് എനിക്ക് കാണാനുള്ളൊരു തോന്നൽ ഭയങ്കരമായിട്ടുണ്ട്. അത് കാണണം. പിന്നെ നമ്മുടെ പടങ്ങളൊക്കെ വെയിറ്റിംഗ് ആണ്. നമ്മുടെ സൂര്യയുടെ കമ്പ് വരാനുണ്ട്. അപ്പോൾ എല്ലാം വരട്ടെ. സോ ദാറ്റ്സ് ഇറ്റ്.